കോട്ടയം പൂവന്തുരുത്ത് വ്യവസായ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം കത്തിനശിച്ചതിന് നഷ്ടപരിഹാരം തേടി 12 വർഷക്കാലമായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് കമലു രാജൻ എന്ന സ്ത്രീ. 14 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായെങ്കിലും വ്യവസായ വകുപ്പ് അധികൃതരുടെ ഉദാസീനത മൂലം 1 രൂപ പോലും ഇവർക്ക് നഷ്ടപരിഹാരമായി ലഭിച്ചിട്ടില്ല. തീപിടുത്തത്തിൽ നശിച്ച കെട്ടിടം പുതുക്കി പണിയുന്നതിനും നടപടികൾ ഉണ്ടായില്ല. കോട്ടയം പൂവന്തുരുത്ത് വ്യവസായ എസ്റ്റേറ്റിൽ സ്വന്തമായി പ്ലാസ്റ്റിക് ചാക്ക് നിർമ്മാണ യൂണിറ്റ് നടത്തിവരികയായിരുന്നു കോട്ടയം പനച്ചിക്കാട് സ്വദേശിനിയായ കമലു രാജൻ. വ്യവസായ എസ്റ്റേറ്റിൽ പട്ടികജാതിക്കാർക്കായി അനുവദിച്ച 7 കെട്ടിടങ്ങളിലൊന്നിലായിരുന്നു കമലു രാജൻ്റെ സംരംഭം പ്രവർത്തിച്ചിരുന്നത്. 2009 ആരംഭിച്ച യൂണിറ്റിൽ 6 ജീവനക്കാരും ഉണ്ടായിരുന്നു. 2014 ഏപ്രിൽ 8 തീപിടുത്തമുണ്ടായി. സ്ഥാപനത്തിലെ മെഷീനുകളടക്കം എല്ലാം കത്തിനശിച്ചു. സ്റ്റോക്കും ചാക്ക് നിർമ്മാണത്തിനുള്ള വസ്തുക്കളും ഉൾപ്പെടെ തീ വിഴുങ്ങിയതോടെ 15 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായി. എന്നാൽ 12 വർഷം കഴിഞ്ഞിട്ടും സർക്കാരോ വ്യവസായ വകുപ്പോ 1 രൂപ പോലും നഷ്ടപരിഹാരം നൽകിയില്ലെന്ന് കമലു രാജൻ പറയുന്നു. 12 വർഷമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ നടക്കുന്നതാണ്. കോട്ടയം ജില്ലാ വ്യവസായ ഓഫീസ് മുതൽ തിരുവനന്തപുരം ഡയറക്ടർ ഓഫീസ് വരെ പോയിട്ട് ഇന്ന് വരെ ഒരു നടപടി ഉണ്ടായില്ല. ഞാൻ 2 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ കളക്ടറേറ്റിൻ്റെ മുൻപിൽ ഒരു ദിവസം ഞങ്ങൾ കുടുംബമായിട്ട് സത്യാഗ്രഹം ഇരിക്കുകയും ഇരുന്നിട്ടും ഇതിനൊരു നടപടി ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. മഴയുണ്ടായിരുന്ന രാത്രിയിലാണ് തീപിടുത്തമുണ്ടായത്. പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ചു എന്നാണ് വിദഗ്ധ പരിശോധനയിൽ കണ്ടെത്തിയത്. എന്നാൽ കത്തിച്ചവരെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. നഷ്ടപരിഹാരത്തിനായി കമലു വ്യവസായ വകുപ്പിൻ്റെ അടക്കം നിരവധി ഓഫീസുകൾ പലതവണ കയറിയിറങ്ങി. മന്ത്രിമാരെ നേരിൽ കണ്ടു. പക്ഷേ ഒരു ഫലവും ഇതുവരെ ഉണ്ടായില്ല. ലോണോ ഒന്നും എടുക്കാതെ സ്വന്തം അധ്വാനം കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണിത്. ഞങ്ങളുടെ കയ്യിലിരുന്ന എല്ലാ സാധനങ്ങളും നശിച്ചു പോയി കത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കുണ്ടായ നഷ്ടത്തിന് എന്തെങ്കിലും ഒരു ഇത് സർക്കാരിൽ നിന്ന് കിട്ടണമെന്ന് അപേക്ഷിച്ചിട്ടുണ്ട്. തീപിടുത്തത്തിൽ കെട്ടിടവും അപകടാവസ്ഥയിലായി. മേൽക്കൂര പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടാണ് നിലവിൽ മൂടിയിരിക്കുന്നത്. ഭിത്തിയിൽ നിന്നും ഇടയ്ക്ക് കോൺക്രീറ്റ് അടർന്നു വീഴുന്നുണ്ട്. ഈ കെട്ടിടത്തിൽ നിലവിൽ പഴയ ചാക്കുകൾ കൊണ്ടുവന്ന് നിലവാരമനുസരിച്ച് വേർതിരിച്ചു കൊടുക്കുന്ന ജോലികളാണ് കമലുവും ഭർത്താവും 3 ജീവനക്കാരും ചേർന്ന് നടത്തുന്നത്. കരൾ സംബന്ധമായ അസുഖബാധിത കൂടിയായ കമലുവിൻ്റെ കുടുംബത്തിന് മറ്റ് വരുമാനങ്ങളില്ല. തൻ്റെ സംരംഭം പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുപോകുന്നതിന് സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാവണമെന്നാണ് കമലുവിൻ്റെ ആവശ്യം. അമൃത ന്യൂസ്, കോട്ടയം.